ഇന്നത്തെ ചിന്താവിഷയത്തിന് ബൈബിൾ ഭാഗം ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ വായിച്ചത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. കർത്താവെ, ഹല്ലേലൂയ സ്തോത്രം. വചനത്തെ കർത്താവിന്റെ കരങ്ങൾ കൊടുക്കാൻ കേൾക്കുന്നവർക്കും അത് ആശ്വാസകരമായിരിക്കുവാൻ സഹായിക്കണമേ. സമാധാനം കൊടുക്കണമേ. രോഗികളായവർക്ക് കർത്താവ് വിടുതൽ കൊടുക്കണമേ. ഒപ്പം അതുപോലെ തന്നെ ഉപജന മാർഗങ്ങൾ കൊടുക്കണമേ. സമാധാനം നാമനോട് പരിശുദ്ധാത്മാവ് ക്രിയച്ചമാരാക്കണമേ. സകലവും കർത്താവിന്റെ കരങ്ങൾ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ യാചന സദയം കേൾക്കുന്ന സകലവും മാനവും മഹത്വം എല്ലാം കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുവായ്മൊഴി, നീ പത്രോസാക്കുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ സ്തോത്രം. നീ ഈ പാറ അത്രയും വിശ്വാസത്താൽ കർത്താവിൽ ആയി തീരുന്നവർക്കാ കർത്താവാക്കുന്നു ഈ സഭയെ പണിയുന്നത്. ഞാനാക്കുന്ന സഭയെ പണിയുന്ന കേൾക്കുന്നവരെ പണിയുന്നത് ആരാകുന്നു? കർത്താവ്. അത് വിശ്വാസത്തിൽ ബലപ്പെട്ടിരിക്കുമ്പോ പാറ പോലുള്ള വിശ്വാസം കർത്താവിൽ ആയി തീർന്നവർക്കാ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പടി ഈ വിശ്വാസി കുടുംബങ്ങളെ പണിയുന്നത് ആരാകുന്നു? കർത്താവിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ നിലവിളിയും കണ്ണുനീരുള്ള അനുഭവവും കൊണ്ട്, കർത്താവിന്റെ നിലവിളികൾ കൊണ്ട് അവർ കർത്താവ് തൻ്റെ സഭയെ പണിയുന്ന സ്വർഗരാജ്യത്തിന്റെ അനുഭവം ആകുവാൻ കൃപ പകരുന്നത്. അപ്പൊ എന്നിട്ട് കർത്താവ് പറയുന്നു, ഞാൻ പണിയുന്നതിനെ മേൽ പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. ഹല്ലേലൂയ. അവല് അവിശ്വാസമെന്ന പാതാള പിശാച് എത്ര അവിശ്വാസമെന്ന പാതാള ഗോപുരങ്ങൾ ഇട്ടാലും അത് അവനിൽ ചെലവാകുകയില്ല. ഹല്ലേലൂയ. കാരണം എന്താ? കർത്താവ് ഈ സഭയെ, ഈ വിശ്വാസിയെ പണിതത്. ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവ് പണിത് കഴിഞ്ഞാൽ അതിന്റെ ശക്തി അത്രമാത്രം വലുതാ. ഹല്ലേലൂയ സ്തോത്രം. അവനിൽ പാതാള ഗോപുരങ്ങൾ ജയിക്കൽ, അവനെ കടമാക്കുന്ന പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. ബുദ്ധിമുട്ടുകളാകുന്ന പിശാചിടുന്ന ആ ബുദ്ധിമുട്ട് പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. ആ വ്യക്തി ഹല്ലേലൂയ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നന്മയും കരുണയും എല്ലാം അവന്റെ ആയുസ്സിൽ പിമ്പിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കും. മുൻപിലാരാ? കർത്താവ്. ഹല്ലേലൂയ. വരുന്ന അനുഗ്രഹങ്ങളെല്ലാം ബേക്കിൽ നിന്നും വന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു വിശ്വാസമുള്ളവർക്ക് അത് യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും. ഹല്ലേലൂയ. ആ വിശ്വാസമുള്ളവർക്ക് പ്രിയപ്പെട്ടവരെ, കർത്താവായി വിശ്വാസം കൊടുക്കുന്നത്, ആ വിശ്വാസം ഏറ്റെടുക്കുന്നത്, പ്രാർത്ഥനയോടുകൂടി ഏറ്റെടുത്തിരിക്കുന്നവർക്ക് ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് തകർക്കുവാൻ നിൽക്കുന്ന പാതാള ഗോപുരങ്ങൾ ആ വ്യക്തിയിന്മേൽ ജയിക്കില്ല. ഹല്ലേലൂയ. പൈശാചിക തന്ത്രങ്ങൾ എന്ത് ചെയ്യില്ല? അവരുടെ മേൽ ജയിക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട, പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക്, കർത്താവിൽ ബലപ്പെട്ട് നിൽക്കുന്നവർക്ക് ഈ ഭൗതികമായ ഒരു പാതാള ഗോപുരങ്ങളും ജയിക്കുവാൻ ഇടയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ തിരുവായ്മൊഴിയാ. പാതാള ഗോപുരങ്ങൾ എന്ത് ചെയ്യുകയില്ല? ആ വ്യക്തിയിൽ കർത്താവ് ബലപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾ ജയിക്കയില്ല. അവനെ പിന്മാറ്റത്തിലിടാമെന്ന് വിചാരിച്ചാൽ നടക്കയില്ല. ഹല്ലേലൂയ. കാരണം അവൻ കർത്താവിലെ ജീവിക്കുന്നത്, കർത്താവിനോടുകൂടി വാസം ചെയ്യുന്നത്. ഇവിടെ പിന്മാറ്റത്തിന്റെ ഇതൊക്കെ വന്നാൽ ഹല്ലേലൂയ പിശാച് എന്ന് പറഞ്ഞു അവൻ അതിനെ ആട്ടി ഓടിക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് അങ്ങനെയുള്ള പാതാള ഗോപുരങ്ങൾ ആ വ്യക്തിമേൽ ജയിക്കില്ല. അടുത്ത 19-ാമത്തെ വാക്യം വായിച്ചേ, ഇതിന്റെ 16-ന്റെ മത്തായി.
സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഞാൻ ഏറ്റ കഷ്ടങ്ങളുടെ ആ താക്കോൽ, ക്രൂശിക്കപ്പെട്ടതിന്റെ കൃപയുടെ താക്കോൽ, അല്ലെങ്കിൽ ആ ക്രൂശിന്റെ മഹത്വത്തിന്റെ താക്കോൽ ആർക്ക് തരുന്നെന്ന് പറയുന്നത് വിശ്വാസി കുടുംബങ്ങൾക്ക് തരുന്നു, വിശ്വാസികൾക്ക് തരുന്നു. സ്തോത്രം. അതായത് താക്കോൽ, ഈ താക്കോൽ കൊണ്ട് തുറക്കണമെങ്കിൽ ഇത് ക്രൂശ് എനിക്ക് വേണ്ടിയാണ് കർത്താവ് സഹിച്ചത് എന്നുള്ള വിശ്വാസമുള്ളവർക്ക് ഇത് തുറക്കുവാൻ പറ്റുകയുള്ളൂ. അവൻ ഏറ്റ കഷ്ടപ്പാടുകളില്ല, അത് എനിക്ക് വേണ്ടി ആണ് എന്ന് വിശ്വാസമുള്ളവർക്ക് ക്രൂശിൽ ചൊരിഞ്ഞ കൃപയെ തുറന്ന് ആ കൃപ പ്രാപിക്കുവാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വേണമെങ്കിൽ അത് ഒരു വാക്യം എടുക്കുക. ഹബക്കൂക്ക് 2:14. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട അവിടെ പ്രകടമായി പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിനായി ഉയർത്തപ്പെട്ട പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ, സ്തോത്രം. ആ ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം എങ്ങനെയായിരിക്കുന്നത്? സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ആയിരിക്കുന്നത്. ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനം അത് പ്രാപിക്കേണ്ടത് ആരാ? ഈ കർത്താവിലായിത്തീരേണ്ടവർ. അവരെ വിളി എപ്പോഴാ? ഈ ലോകത്തിലല്ല വിളി. അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ പിതാവായ ക്രിസ്തുവും കൂടെ ഇരുന്ന അവർക്ക് ഇതിലേക്ക് ആയിത്തീരുവാൻ പറ്റുകയുള്ളൂ. ഹാലല് മറ്റുള്ളവർക്ക് ആയിത്തീരണമെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഹാലേലൂയ, സ്തോത്രം. യഹോവയുടെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് കഴിഞ്ഞാലേ ഈ രക്തം എനിക്ക് വരും. അത് രക്തം എങ്ങനെയായിരിക്കുന്നത്? വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ. അതായത് ഭൂമി യഹോവയുടെ മഹത്വത്തിനായി ഉയർത്തപ്പെട്ടത് പ്രിയപ്പെട്ട ക്രൂശിൽ ഉയർത്തപ്പെട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ എല്ലാവർക്കും പറ്റുമായിരിക്കാം. എന്നാൽ അവർക്ക് ഈ വിശ്വാസത്തിൽ വരണമെങ്കിൽ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ഈ കൃപ അവരിൽ മേൽ വരികയുള്ളൂ. ഭൂമി യഹോവയുടെ മഹത്വത്തിനായി ഉയർത്തപ്പെട്ട ക്രിസ്തു. ആ ക്രിസ്തുവിൽ നിന്ന് ചൊരിഞ്ഞ രക്തം എങ്ങനെയായിരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെയാ ഈ രക്തം നിറഞ്ഞിരിക്കുക. ആ രക്തം ഒരിക്കലും നിന്നു പോകയില്ല, ഒരിക്കലും തീർന്നു പോകയില്ല. ആവശ്യക്കാർക്ക്, അവരോട് നിലവിളിക്കുന്നവർക്ക്, പ്രിയപ്പെട്ടവരെ, ആ രക്തം, അവന്റെ കൈകാലുകൾ ക്രൂശിക്കപ്പെട്ട രക്തം സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ഇരിക്കുന്നു. അത് ആവശ്യക്കാർക്ക് ആ രക്തം ശുദ്ധീകരണം പ്രാപിക്കാൻ വരികയുള്ളൂ. ഹാലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് പ്രാപിക്കേണ്ട താക്കോൽ നമുക്ക് തരുന്നു. കണ്ണുനീരിന്റെ അനുഭവത്തിൽ നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചാലേ ഈ ക്രൂശിന്റെ മഹത്വം നമുക്ക് അറിയുവാൻ പറ്റുക. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടും കൂടെ കൊയ്യും. കറ്റ ചുമന്നും ആർത്തും കൊണ്ട് നടക്കുന്നു, വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. ആ ക്രമത്തിൽ ആയിത്തീരണം. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിന്റെ അനുഭവത്തിൽ ആയിത്തീരുന്നവർക്ക് ഈ രക്തം എനിക്ക് ശുദ്ധീകരണത്തിനായി വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ആ ക്രിസ്തുവിന്റെ രക്തം ഹല്ലേലൂയ ഇരിക്കുന്നത്. അത് ആവശ്യക്കാർക്ക് വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. തന്റെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി, മണവാട്ട സഭയുടെ ക്രമത്തിനായി
അത് ഉയർത്തപ്പെട്ട രക്തം നമുക്ക് വേണ്ടിയാ അതിന്റെ താക്കോല നമുക്ക് അവൻ തരുന്നത്. ആ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നിലവിളിച്ചാല് ഈ രക്തം അവന്റെ ശരീരം തീർക്കപ്പെട്ടത് എനിക്ക് വേണ്ടി ആണെന്ന് ബോധമുള്ളവർക്ക് ആ രക്തം വരികയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. തന്റെ നാഭമണ്ഡലങ്ങള് അതിനായി ക്രമപ്പെടുത്തുവാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിക്കുന്നവർക്ക് ആ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം, ഹല്ലേലൂയ സ്തോത്രം, നീ ഭൂമിയിൽ, ഹല്ലേലൂയ സ്തോത്രം, ഭൂമിയിൽ ഹല്ലേലൂയ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഈ ദൈവത്തിന് സ്തോത്രം. അപ്പൊ കെട്ടേണ്ട ജോലി ആരാ? രക്തത്താൽ തന്നെ പിശാചിന്റെ തന്ത്രങ്ങളെ കെട്ടേണ്ട ജോലി നമുക്കാ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പ്രാർത്ഥന എന്ന് പ്രലോഭനപ്പെട്ട് ശക്തിപ്പെടുവാൻ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. ആമേൻ. അങ്ങനെ കെട്ടേണ്ട ജോലികള് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കെട്ടപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. നീ ഭൂമിയിൽ അടിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പോൾ ഇതിനെ അഴിച്ച് കളയേണ്ടത് കളയാതെയും കെട്ടപ്പെടേണ്ടത് കെട്ടപ്പെടുകപ്പെട്ട തീരാതെയും സ്വർഗത്തിൽ പോകാമെന്ന് ഒരു വ്യക്തി കണി കാണുന്നു, സ്വപ്നം കാണുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ദൈവത്തിൽ അപ്പൊ സ്വർഗത്തിൽ പോകുന്നതിന് ഇത്തിരി പണികളുണ്ട്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നമ്മൾ വാങ്ങി അത് ഹല്ലേലൂയ ആത്മാവിൽ ദരിദ്രരായി തീരണം. നോക്കി, ആത്മാവിൽ ദരിദ്രതീരുന്നത് വളരെ ഭംഗിയുള്ള വാക്യം. ആത്മാവിൽ ദരിദ്രതീരുന്ന ഭാഗ്യന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത്. ആ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ദരിദ്രനായി തീരണം. ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി വരുമ്പോഴാ ആ ദരിദ്ര പാപം കിട്ടുന്നത്. ഒരു ദൈവ പൈതലായി തീരുന്നു. അവർ മണവാട്ട് സഭയുടെ ക്രമമാ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആ മണവാട്ട് സഭയുടെ അംഗങ്ങളാകുന്നവർ ദരിദ്രരായി തീരാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അവരവർ ഈ വചനം കൊള്ളാം. അത് ഒരു വാഗ്ദത്ത വചനമാ. ആത്മാവിൽ ദരിദ്രരായി തീരുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം. ഈ വാഗ്ദത്ത വചനത്തിൽ പ്രവേശിക്കേണ്ട ജോലി ആരുടെ ജോലി? നമ്മളെ ജോലി. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ വചനം കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. അത് പിശാചിന്റെ ഒരു തന്ത്രമാ. ഈ വചനം കൊള്ളാം എന്ന് പറഞ്ഞു അതിലേക്ക് പ്രവേശിക്കേണ്ട ജോലി വിശ്വാസി കുടുംബങ്ങളായ നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവിലെ വിശ്വാസം പാറ പോലെ ആയിരിക്കണം. കർത്താവാണ് സഭ പണിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആ പണിയുന്ന സഭയിൽ പാതാള ഗോപുരം പിശാചിന്റെ തന്ത്രങ്ങൾ ജയിക്കയില്ല. ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ക്രൂശിന്റെ മഹത്വം അതിന്റെ താക്കോൽ തരുന്ന അവർക്കാകുന്നു. അവര് ഹല്ലേലൂയ കെട്ടേണ്ടത് പിശാചിന്റെ കെട്ടേണ്ട ജോലി. ഹല്ലേലൂയ കർത്താവിന്റെ വരങ്ങൾ പോകപ്പെടേണ്ടവര് കെട്ടിയാൽ മാത്രം മതി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ബാക്കിയുള്ളവർക്ക് എനിക്ക് കണ്ടിപ്പായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം പിശാച് അഴിക്കുന്ന രക്തത്താൽ ജയം പറഞ്ഞ് അഴിക്കേണ്ടവർക്കെല്ലാം അഴിച്ച് കളയേണ്ടത് കളയാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ വരവെങ്കിൽ പോകാനും മണവാട്ടി സഭയുടെ അംഗങ്ങളാക്കുവാനും എല്ലാം ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തിരുവചനം എല്ലാവർക്കും പ്രയോജനമുള്ളതായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടിയങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നിർത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഈ കേട്ടവർക്കെല്ലാം ആശ്വാസകരമായി തീരാൻ സഹായിക്കണമേ. സമാധാനമില്ല സമാധാനം കൊടുക്കണമേ. ആശ്വാസമില്ലാത്തവർ ആശ്വാസം കൊടുക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണം. രോഗികളായവർക്ക് വിടുതൽ കൊടുക്കണമേ. അതുപോലെ തന്നെ കർത്താവെ സകലം കർത്താവിന്റെ കണ്ണ് താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ യാചന സദയം കേൾക്കും. സകലവും മാനവും മഹത്വം എല്ലാം കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ.